The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രീവനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അത് പക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി, ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ ഇത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. Hi students, welcome back to zoology class. Hope all are fine and safe at home. ഇനി മുതൽ നമ്മൾ കുറച്ച് സ്പീഡിൽ മുന്നോട്ട് പോവാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ പോർഷൻ നേരത്തെ കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിൽ പോവാണെന്ന് കരുതി നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ എടുക്കില്ല. ഈവൻ വേഗത്തിൽ പോവുകയാണെങ്കിൽ കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് എടുത്തു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, എന്നെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആരും ഇതുവരെയും ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കാണുമ്പോൾ എല്ലാവരോടും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാവായികയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇല്ല ടീച്ചർ, കുഴപ്പമില്ല, പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇനി മുതൽ കുറച്ചുകൂടി പതിയെ സ്പീഡ് കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്പീഡ് കൂട്ടുമ്പോൾ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ, shall we move on to today's topic? Today we are going to continue the remaining part of the previous class. Okay, Human Genome Project. Now let's study the main goals of HGP. This program helps to identify all the genes present in the human genome. In addition to that, it helps to identify all the nucleotide bases which can be seen in the human genome. That means around 3 billion nucleotide bases we can see in the human genome. These nucleotide bases can be easily identified with the help of this project. Okay, and in addition to that, the information which is obtained, in addition to that, the information gathered through this project can be aligned, can be arranged in a database manner, can be properly arranged with the help of the special branch of HGP, and the information which obtained from the various research groups of HGP can be gathered in the proper database manner. In addition to that, this information can be handed over to other branches of biology. Not only biology, it can be handed over to other useful areas. It can be handed over to other useful areas like industry, agriculture, etc. When we hand over this information which is collected through the HGP programs, it will be easy for the development of various fields of biology. Not only that, it will be easy for the development of the other fields also. In addition to biology, there are other fields like agriculture, industry, isn't it? These kind of sectors can be improved by utilizing the basic information which is gathered through this Human Genome Project. Okay. Through this project, they could develop a new tool for the data analysis and data management. Bioinformatics is a branch of biology which emerged along with the emergence of this HGP or along with the development of the findings of the HGP. HGPയുടെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ വളർന്നു വന്നൊരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഈ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോ ഇൻഫർമാറ്റിക്സ് ഇന്നത്തെ ഒരു നമ്മുടെ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു ബ്രാഞ്ചാണ്. അതായത് പല ഡേറ്റാസും വളരെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്രാഞ്ച് വിത്ത് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല എത്തിക്കൽ, ലീഗൽ, സോഷ്യൽ ഇഷ്യൂസ് എറൈസ് ചെയ്യപ്പെടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പരീക്ഷണ വസ്തു ഹ്യൂമൻ ജീനോമാണ്, ഹ്യൂമൻസ് ആണ് പരീക്ഷണ വസ്തുക്കൾ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് എറൈസ് ചെയ്യപ്പെടാം. ഈ പ്രോബ്ലംസ് എല്ലാം HGPയുടെ ഭാഗമായിട്ടും എറൈസ് ചെയ്യപ്പെട്ടു. അതെല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ HGPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് HGP? യെസ്, ത്രൂ ദിസ് പ്രോജക്റ്റ് ഇറ്റ് വാസ് ഈസി. Through this project, they were able to identify all the genes present in the human genome and all the nucleotide bases which is present in the human genome. Okay. In addition to that, they could able to store this information in a database and they could develop an effective tool for this data management and storing. In addition to that, they could transfer this information to various fields like industry, agriculture, etc. Okay. Besides this, they were successful in solving the problem which are arised as a part of this HGP. Normally, ethical, legal, social issues can be arised as a part of this program, and these problems were effectively managed by the different branches of HGP. Okay, information which is gathered from different fields of this HGP can be used in different purpose. For example, information related to the effect of DNA variations among individuals can be used to diagnose as well as treat some disorders. In addition to that, the information which is gathered through this project will be helpful in understanding human biology. That means it will provide better clues for the understanding of human biology. In addition to that, it is easy to identify the natural capabilities of non-human organism through this project. That means if we are aware about the natural capabilities of these organisms, we can use these natural capabilities in different areas like industry, agriculture, etc. There are certain organisms that have special capacity. For example, bacterial artificial chromosome and yeast artificial chromosome ഒക്കെ നമ്മൾ പഠിച്ചൂലേ, വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതപ്പോൾ അവിടെ ഈ വസ്തുക്കൾ ബാക്ടീരിയൽ ക്രോമസോം വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എങ്ങനെ മനസ്സിലായി? അതിൻ്റെ ജീനോം സ്റ്റഡി ചെയ്തുകൊണ്ടല്ലേ മനസ്സിലായത്, അല്ലെങ്കിൽ മനസ്സിലാവുള്ളായിരുന്നു? അല്ലെങ്കിൽ മനസ്സിലാവുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ ജീനോം നമ്മൾ പഠിക്കുന്നത് വഴി അതിൻ്റെ നാച്ചുറൽ എബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ആ നാച്ചുറൽ എബിലിറ്റീസിനെ നമുക്ക് വേരിയസ് ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് HGPയുടെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം തന്നെയാണ്.
There are two main ways through which we can carry out HGP. The first method is known as expressed sequence tag and another method is known as sequence annotation. This approach, that means the expressed sequence tag, focus on identifying all the genes that can code for a particular RNA or that can express as RNA. And in sequence annotation, all the genes in the genome is identified and later on assigning different regions in the sequence with the function. Now let us study the steps involved in the process of sequence annotation. The first step in the process of sequence annotation is the isolation of the DNA. That means that the DNA has to be isolated first, and after that this DNA can be fragmented, and these fragmented DNAs are allowed to multiply inside a suitable host. After fragmentation, these fragments are allowed to multiply inside a suitable host with the help of bacterial as well as yeast artificial chromosome. Then these sequences are aligned on the basis of the overlapping sequences, and this kind of alignment can be done with the help of specialized computer program. And finally, a genetic and physical map can be constructed by collecting information related to the repetitive DNA fragment found in the genome. In one of the steps of sequence annotation, it is necessary to sequence the DNA in the proper manner, and this can be done with the help of an automated DNA sequence. This automated DNA sequence is developed by Frederick Sanger. Okay, let us study about DNA fingerprinting. What is meant by DNA fingerprinting? Yes, DNA fingerprinting is a hybridization technique which is used to identify DNA variations among individuals of a population. Okay, and this technique was first introduced by Alex Jeffrey in the year 1985. This technique can be carried out with the help of a modern technique called Southern blotting, and the Southern blotting technique was first introduced by E.M. Southern, hence it is known as Southern blotting. It is a hybridization experiment used to identify DNA with the help of radioactive probes. Okay, probes. What is meant by radioactive probes? Radioactive probes are small artificially synthesized radioactive labeled DNA pieces. Okay, with the help of these pieces we can find out the original base sequences in a DNA. Where can we use this DNA fingerprinting technique? Yes, it can be used to solve the problem which may arise as a result of paternity dispute, rapes, murders, etc. In addition to that, it can be used to identify the pathogen. നമ്മളറിയാം കൊറോണ വൈറസൊക്കെ പുതിയ വകഭേദങ്ങൾ വന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ആദ്യത്തതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എടുത്ത് അതിൻ്റെ മുഴുവൻ സീക്വൻസും പഠിച്ച ശേഷമാണ് പഠിച്ച ശേഷം കിട്ടിയ ഇൻഫർമേഷനെ പുതിയതായിട്ട് വന്ന വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വൈറസിനെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ നോക്കിയിട്ടാണ് തിരിച്ചറിയുന്നത്, അത് ഏത് കാറ്റഗറിയാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുള്ള നൈട്രജൻ ബേസിൻ്റെ അലൈൻമെൻറ്റ് വെച്ചിട്ടാണ് ഏത് കാറ്റഗറിയിൽ വരുന്ന മൈക്രോബാണ്, വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും അത് ഏത് കാറ്റഗറി വരുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. സോ ടു ഐഡൻറ്റിഫൈ പാത്തജൻ വി ഹാവ് ടു യൂസ് വാട്ട് DNA fingerprinting. In addition to that, if you want to find out the evolutionary relationship between two groups of animals, we have to use this method. By analyzing the genome, by finding out the peculiarities of their genome or by finding out the similarities in their genome, we can predict whether this particular organism is a descendant of that previous organism. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഓർഗാനിസം മറ്റൊന്നിൽ നിന്ന് ഇവോൾവ് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് പറയണമെങ്കിൽ സിംപ്ലി നമുക്ക് പറയാൻ പറ്റുക അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലും ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ജീനോം സീക്വൻസിങ് അത്യാവശ്യമാണ്. അത്തരത്തിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ടെക്നിക്ക് ഉപയോഗിക്കാം? ദിസ് DNA fingerprinting technique can be used. This technique is used to find out whether a person is a harmful immigrant or not. അതായത് നമ്മളിപ്പോൾ ഒരു ഫോറിൻ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ താമസിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ വെറുതെ പറയും ഞങ്ങൾ ഇവിടെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ് ഇവിടെ ഉള്ള ആളാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എങ്ങനെ അറിയാം അവിടെ ഉള്ള ആളാണോ അല്ലേ എന്നുള്ളത്? അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് DNA fingerprinting പോലുള്ള മെത്തേഡ് ചെയ്ത് ജീനോമിൽ വരുന്ന സിമിലാരിറ്റീസ് മനസ്സിലാക്കിയിട്ടാണ് ക്ലോസ് റിലേറ്റീവ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, അതായത് രണ്ട് വ്യക്തികളുടെ ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുക്കും. So where can we use this DNA fingerprinting? Yes, it can be used in forensic science to solve the problem which may arise as a result of paternity dispute, rapes, murders, etc. DNA fingerprinting can be used to find out the evolutionary relationship between two distantly located group of animals. അതായത് രണ്ട് ആനിമൽ ഗ്രൂപ്പിനിടയ്ക്കുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇത് കൂടാതെ
Besides this, we can use this DNA fingerprinting method to find a pathogen. If we want to find out the category of the pathogen in which that organism belongs, we have to find out, we have to sequence its genetic material, we have to identify its genetic material. DNA fingerprinting method can be used to find whether a person is a hopeful immigrant or not. If a person wants to find out whether a person is, whether that person is immigrant or not, he has to conduct DNA fingerprinting with with his close relative. If there is a relation between the two persons, the government can allow them to stay in that area itself. Otherwise, they can send them back to their original places. Now let us discuss the steps of DNA fingerprinting. In the first step of DNA fingerprinting, the DNA can be isolated from a suitable cell. Here we can isolate DNA from any part of the body. ഇതിപ്പോൾ ഒരു സിംഗിൾ ബ്ലഡ് ഡ്രോപ്ലെറ്റ്സിൽ നിന്ന് പോലും നമുക്ക് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൈം സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ എന്തായാലും ആളെ കിട്ടില്ല, ആളുടെ സെല്ലും കിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ചിലപ്പോൾ ഒരു മുടിനാരിയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡ്രോപ്ലെറ്റ് ആയിരിക്കും ആളുടെ കിട്ടുന്നത്, അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പാർട്ടായിരിക്കും. ഓക്കെ, ഈവൻ ഒരു മുടിനാരിയായാലും ഒരു ബ്ലഡ് ഡ്രോപ്ലെറ്റ് ആയാലും അതിൽ നിന്നെല്ലാം നമുക്ക് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഐസൊലേഷൻ ഓഫ് ദ ഡി എൻ എ, and immediately after this isolation the DNA should be amplified. Okay, in order to get more copies of that particular DNA, we should be amplify that DNA with the help of polymerase chain reaction. Okay, so here in the second step, the DNA isolated should be amplified with the help of DNA polymerase chain reaction. ചിലപ്പോൾ നമുക്ക് ആ ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് ഡി എൻ എ ആയിരിക്കും. ആ ഡി എൻ എ ആംപ്ലിഫൈ ചെയ്ത് മോർ കോപ്പീസ് ഉണ്ടാക്കി എടുത്തിട്ട് വേണം, അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഡി എൻ എ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് DNAs. That means from a single piece we can produce more copies of the single DNA fragment. Okay, immediately after amplification the DNA should be treated with the restriction endonuclease enzyme. This enzyme have a peculiarity that it will cut the DNA into fragments. It can cut the DNA into fragments. So when we treat this amplified DNA with the restriction endonuclease enzyme, at that time the DNA gets fragmented. Here we can see the fragmented DNA, isn't it? Then this fragmented DNA should subjected to gel electrophoresis. Okay, as a result of the gel electrophoresis we will get long as well as short segmented DNAs. Okay, that means here gel electrophoresis can be conducted to separate long and short stretches of DNA. So we will get long and short stretches of DNA after the gel electrophoresis. That means we can separate the long as well as short stretches of DNA through gel electrophoresis. Okay. After this, the separated DNA can be treated with alkali. That means it can be treated with NaOH alkali. Due to this treatment, the double stranded DNA fragment will become single stranded bond. Okay. Then the single stranded DNA can be transferred to a nitrocellulose filter paper. Immediately after this, we have to bake this nitrocellulose filter paper containing DNA at 80 degrees Celsius for 2 hours. This will help to fix the DNA pieces in the nitrocellulose filter paper itself. Here, the DNA fragments can be fixed on a nitrocellulose filter paper with the help of a process known as blotting. Okay, blotting in the സഹായത്തോടുകൂടി ഇവിടെ nitrocellulose filter paper ലേക്ക് DNA fragments നെ transfer ചെയ്യാം. Okay, after blotting we will have a nitrocellulose filter paper with a single stranded DNA, isn't it? This nitrocellulose filter paper containing single stranded DNA can be dipped in a solution containing probe or radioactive labeled probe. അതായത് what is meant by radioactive probes? Actually these are artificially synthesized radioactively labeled DNA fragments. Okay, these fragments can be seen in that solution, and so when we dip this nitrocellulose filter paper containing DNA inside this solution, at that time this probe get attached to the complementary strands of the DNA present in the nitrocellulose filter paper. Okay, so നമ്മൾ ഇവിടെ ഈ പേപ്പറിനെ എവിടെ ഡിപ്പ് ചെയ്തു? സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ പ്രോബ് ഏതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഓഫ് DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഏതിലെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഓഫ് DNA ആയിട്ട്? യെസ്, ഈ നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പറിലുള്ള DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ ആസ് എ റിസൾട്ട് ഓഫ് ദ ബൈൻഡിങ് ഓഫ് ദ പ്രോബ് വിത്ത് ദ DNA we will get a DNA hybrid. Actually probe is also a DNA fragment. പക്ഷെ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രോബിൻ്റെ സീക്വൻസ് നമുക്കറിയാം. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് DNA ഫ്രാഗ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോബിൻ്റെ DNA സീക്വൻസ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ മറ്റേ DNAയുടെ സീക്വൻസ് എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അറ്റ് ലാസ്റ്റ് we will get a DNA hybrid. അതായത് ഒരു DNA probe hybrid നമുക്ക് കിട്ടും. After this we have to wash the nitrocellulose filter paper containing
Okay, when we wash it, at that time the unbound probes can be removed from that nitrocellulose filter paper. At last, this nitrocellulose filter paper containing DNA hybrid can be photographed onto a X-ray film with the help of photoradiography. Okay. At last, we will get an X-ray image of the hybrid DNA. This X-ray image of the hybrid DNA is known as DNA fingerprint. Okay. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സാധാരണ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്തിനാണ് ചെയ്യുന്നത്? ഈ ക്രൈം ചെയ്ത ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്ലഡ് ഡ്രോപ്ലെറ്റിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ മുടികളിൽ നിന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യുന്നത്. ഈ ഐസൊലേറ്റ് ചെയ്തെടുത്ത DNA നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ആ DNAയുടെ സീക്വൻസ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ സീക്വൻസ് മനസ്സിലാക്കും? എങ്ങനെയാണ് ഈ സീക്വൻസ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം ഈ DNA പ്രത്യേകത എന്താ? കോംപ്ലിമെൻ്ററി ആണ് എപ്പോഴും. അതായത് DNA ഒരു സ്ട്രാൻഡ് നമുക്കറിയാമെങ്കിൽ മറ്റേ സ്ട്രാൻഡ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും DNA പേര് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രോബ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ പ്രോബിൻ്റെ സീക്വൻസ് നമുക്കറിയാം, പക്ഷേ DNAയുടെ സീക്വൻസ് അറിയില്ല, ഒറിജിനൽ DNAയുടെ സീക്വൻസ് അറിയില്ല. ഇപ്പോൾ പ്രോബിലുള്ള ഏത് സീക്വൻസുമായിട്ടാണ് ഒറിജിനൽ DNA ബൈൻഡ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് നമുക്ക് ഈ DNAയുടെ സീക്വൻസ് എന്താ, ഒറിജിനൽ DNAയുടെ സീക്വൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഒരു എക്സ്റേ ഫിലിമിലേക്ക് കോപ്പി ചെയ്ത് അത് ഫോട്ടോഗ്രാഫ് പോലെ സൂക്ഷിക്കുന്നത്. ഇതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത്. സ്പോട്ടിൽ നിന്ന് കിട്ടിയ DNA സീക്വൻസ് ആരുടെ സീക്വൻസുമായിട്ടാണ് മാച്ച് ആവുന്നതെന്ന് നോക്കും. ഓക്കെ, അതായത് നമ്മൾ ഡൗട്ടുള്ള ആൾക്കാരുടെ എല്ലാം DNA എടുക്കുമല്ലോ, അവരിൽ ആരുമായിട്ടാണ് മാച്ച് ആവുന്നത് നോക്കിയിട്ട് ആണ് എങ്ങനെ ആളെ കണ്ടെത്തുന്നത്. ഓക്കെ, നേരത്തെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ കണ്ടെത്തലിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ കണ്ടെത്തലുകളിൽ നിന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറഞ്ഞു. എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ഈ 99.9% സിമിലാരിറ്റി നമുക്ക് കാണുന്നുണ്ട്. എന്തിന്? ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളിൽ. അതായത് ഓരോ ആൾക്കാരുടെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസ് 99.9% സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ആ സിമിലാരിറ്റിയിൽ നമ്മൾ എങ്ങനെ വ്യത്യാസം മനസ്സിലാക്കുക? എല്ലാവരുടെയും ഒരുപോലെ അല്ലേ? അല്ല, ചില ഏരിയാസിൽ അതായത് പോളിമോർഫിസം കാണിക്കുന്ന ഏരിയാസ് ഉണ്ട്. BNTR എന്നറിയപ്പെടുന്ന ഏരിയാസ്. BNTR. ഓക്കെ, BNTR എന്ന് പറയുന്ന ചില സ്പെസിഫിക് റീജിയൻസ് ഉണ്ട് ഒരാളുടെ DNAയിൽ. ഓക്കെ, പലതവണ റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടുന്ന ചില റിപ്പീറ്റഡ് സീക്വൻസസ്. ഈ റിപ്പീറ്റഡ് സീക്വൻസ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാണിക്കുന്ന സീക്വൻസ് ആണ്. അതായത് ഓരോ വ്യക്തിയിലും ഈ VNTR വേരി ചെയ്തിരിക്കും. വേരി ചെയ്യപ്പെടാത്തതുണ്ട് കേട്ടോ, പക്ഷെ ഈ VNTRന്റെ ചില സൈസിലെങ്കിലും വേരി ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ശരിക്കും ആരാണ് വ്യക്തി അല്ലെങ്കിൽ ആരാണ് രണ്ടും ഒരേ ആളാണോ എന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അതായത് DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്ത് കിട്ടുന്ന DNA സീക്വൻസിൽ നമ്മൾ അവരുടെ VNTR ആണ് ശ്രദ്ധിക്കുന്നത്. VNTR റീജിയനാണ് നോക്കുന്നത്. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് നോക്കുന്നത്. അത് എത്ര തവണ വരുന്നുണ്ട്, അതിൽ എത്ര ബേസ് പെയേഴ്സ് ഉണ്ട്, എത്രയാണ് AT കാണുന്നത്, അഡനിൻ തൈമിൻ റേഷ്യോ എത്രയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇൻ ഹ്യൂമൻ ജീനോം certain DNA fragments can be seen repeatedly. These repeated DNA fragments which can be seen inside a human genome is known as repetitive DNA. What is the peculiarity of this repetitive DNA? This repetitive DNA has the length of around 300 base pair. Not only that, it can be repeated 10 to 10⁵ times in a particular genome. Okay, അതായത് ഏകദേശം 300 ബേസ് പെയർ ലെങ്ത് ഉള്ള ചെറിയ DNA ഫ്രാഗ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ repetitive DNA എന്ന് പറയുന്നത്. What is the peculiarity of this DNA? It can be repeated several times in a genome. That means it can be repeated 10 to 10⁵ times in a genome. ഒരു ജീനോമിൽ 10 മുതൽ 10⁵ ടൈംസ് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടും. എന്താണ്? Yes, this repetitive DNA. Based on the mode of repetition, we can divide the repetitive DNA into two main categories. Okay, tandem repeats as well as interspersed repeat. Tandem repeats എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക നിങ്ങൾ. Here this is a kind of tandem repeats. What is the peculiarity of this repeats? Here this one is the one DNA fragment and this is the another DNA fragment. This is another one DNA fragment. Like that we can see 4 DNA fragments. Here these DNA fragments are arranged one by one in a linear manner. Isn't it? That means it is arranged continuously. That means it is arranged continuously. If it is arranging in such a manner, if the DNA fragments are arranged continuously, we can call such kind of DNA fragments as tandem repeats. Okay. Can you count how many tandem repeats are there here? Yes, 4 tandem repeats are there. Did you see this, children? Okay. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ DNA എന്ന് പറയുന്നത് എങ്ങനെ കാണപ്പെടുന്നത്? ഈ DNA ഫ്രാഗ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണപ്പെടുന്നു അല്ലേ? ഇത്തരത്തിൽ DNA ഫ്രാഗ്മെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെയാണ് DNA റെപ്പറ്റേറ്റീവ് സെഗ്മെന്റ്സിൽ കാണുന്നതെങ്കിൽ ഓക്കെ, അത്തരത്തിലുള്ള റിപ്പീറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? അത്തരത്തിലുള്ള റെപ്പറ്റേറ്റീവ് സെഗ്മെന്റ്സിനെയാണ് നമ്മൾ
ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയും. വാട്ട് ഈസ് ദ ടാൻഡം റിപ്പീറ്റ്? സാറ്റലൈറ്റ് ഡി എൻ എ ഇസ് എ കൈൻഡ് ഓഫ് ടാൻഡം റിപ്പീറ്റ്. അതായത് നമ്മൾ ഈ ചില റെപ്പറ്റേറ്റീവ് ഡി എൻ എക്കുള്ളിൽ തന്നെ ചെറിയ സ്ട്രക്ചേഴ്സ് ഓഫ് ഡി എൻ എ ഉണ്ട്. ഷോർട്ട് സ്മോൾ സ്ട്രക്ചേഴ്സ് ഓഫ് ഡി എൻ എ ദാറ്റ് വിൽ റിപ്പീറ്റ് മെനി ടൈംസ് ഇൻസൈഡ് ദ റെപ്പറ്റേറ്റീവ് ഡി എൻ എ. റെപ്പറ്റേറ്റീവ് ഡി എൻ എയിൽ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്മോൾ സ്ട്രക്ചേഴ്സ് ഓഫ് ഡി എൻ എ ഉണ്ട്. What is meant by satellite DNA? These are short stretches of repetitive DNA which is repeated several times in a genome, and it can be seen towards the centromere region of a genome. ഒരു ജീനോമിൻ്റെ സെൻട്രോമിയർ റീജിയനോട് അടുത്ത് കാണപ്പെടുന്ന ഷോർട്ടായിട്ട് റെപ്പറ്റേറ്റീവ് ചെയ്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഡി എൻ എ സെഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുക. ദ മാക്സിമം ലെങ്ത് ഓഫ് ദിസ് സാറ്റലൈറ്റ് ഡി എൻ എ ഇസ് അറൌണ്ട് 60 ബേസ് പെയർ and can be repeated more than 10⁻⁶ times in a genome. അതായത് നമ്മളവിടെ റെപ്പറ്റേറ്റീവ് ഡി എൻ എ പറഞ്ഞു, അത് 10⁻⁵ വരെ ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ 10⁻⁶ ടൈംസ് വരെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന അതിലും മൈന്യൂട്ട് ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുക. അതായത് റെപ്പറ്റേറ്റീവ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് തന്നെയാണ്, അതിൽ വളരെ കുഞ്ഞായിട്ടുള്ള റെപ്പറ്റേറ്റീവ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ആണ് നമ്മൾ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുക. Many satellite DNAs are the DNA fragment with the length of 10 to 16 base pair. Okay, but microsatellite DNAs are the satellite DNA with the length less than 10 base pair. Okay, ഇവിടെ ഞാൻ പറഞ്ഞു മിനി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ 10 മുതൽ 16 വരെ ബേസ് പെയർ ലെങ്ത് ഉള്ള സാറ്റലൈറ്റ് ഡി എൻ എയും മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10 ബേസ് പെയർ ലെങ്ത് ഉള്ള സാറ്റലൈറ്റ് ഡി എൻ എയുമാണ്. ഓക്കെ, I'll tell you an example of mini satellite DNA. VNTR is an example of mini satellite DNA. Mini satellite. Okay, VNTR is variable number tandem repeats. These are the small DNA structures, or these are the small mini satellite DNAs which may have the length up to 16 base pair, and it can be seen repeated several times in a genome. ഒരു ജീനോമിൽ മില്യൺസ് ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടുന്ന സ്മോൾ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് VNTR എന്ന് പറയുന്നത്. ഓക്കെ, ഈ VNTRൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആക്ച്വലി ദിസ് റീജിയൻ വിൽ ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അതായത് വളരെ പോളിമോർഫിസം കാണിക്കുന്ന ഒരു റീജിയനാണ് VNTR. നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പഠിച്ചു എല്ലാ മനുഷ്യരിലും 99.9% DNA സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സിമിലറാണ്. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ആ ഒരു പോയിന്റ് വ്യത്യാസമാണ് വരുന്നത് അല്ലേ? ആ പോയിന്റ് വ്യത്യാസം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ VNTRലാണ് വരുന്നത്. ഓക്കെ, അതായത് ആ പോയിന്റ് വ്യത്യാസം വരുന്ന സ്ഥലം VNTR ആണ്, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സിനുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നോക്കേണ്ടത് അവരുടെ VNTR സീക്വൻസ് ആണ്, അത് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്? VNTR റീജിയൻ നോക്കിയിട്ടാണ് ആളുകളെ തിരിച്ചറിയുന്നത്. മനസ്സിലായോ? എങ്ങനെ നമുക്ക് ഈ VNTR റീജിയനെ തിരിച്ചറിയാൻ പറ്റുക? അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതെ, ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് റിപ്പറ്റേറ്റീവ് യൂണിറ്റ്സ്. അതായത് നമ്മൾ എത്ര ടാൻഡം റിപ്പീറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ടാൻഡം റിപ്പീറ്റ്സ് എണ്ണം കൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ VNTR റീജിയൻ can be calculated, and another peculiarity, base composition can be considered. So if we want to compare the VNTR regions of two peoples, we have to consider three main features of the VNTR. That means we have to consider the tandem repeats of the VNTR. That means we have to count the number of tandem repeats which is present in that area, and the base composition of that area, and the length of the repeated fragments. Okay, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് ആരുടെ VNTR ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. Hope you have understood the class well. If you have any doubt, please contact me. Stay safe. Bye.